അയ്യങ്കാളി 1863 മുതൽ 1941 വരെ അയ്യങ്കാളിയുടെ കാലഘട്ടം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. പിതാവ് അയ്യൻ, മാതാവ് മാല, പത്നി ചെല്ലമ്മ. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. ആധുനിക ദളിതരുടെ പിതാവ്, പുലയരാജ എന്നീ പേരുകളിലറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം 1937. ഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ സന്ദർശിച്ചത്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് എം. നിസാർ. വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ച വർഷം 1905. അയ്യങ്കാളി സ്ഥാപിച്ച സംഘം സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദകമായ സംഘടനയാണ് SNDP. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക, സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക, ഇതൊക്കെയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പത്രം പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. അതിൻ്റെ മുഖ്യ പത്രാധിപരായിട്ടുള്ളത് ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു അടിസ്ഥാന വർഗക്കാരൻ എന്ന നിലയിൽ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂളാണ് വെങ്ങാനൂർ. അയ്യങ്കാളിയെ ആകർഷിച്ച ബ്രഹ്മനിഷ്ഠ വിദ്യാമഠത്തിൻ്റെ സ്ഥാപകനായിരുന്നു സദാനന്ദ സ്വാമി. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനമായിരുന്നു കൊല്ലം സമ്മേളനം. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയിരുന്നത്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. 90-ാം ആണ്ട് സമരം നടന്ന വർഷം 1915. കല്ലുമാല സമരം 1915. കല്ലുമാല സമരം നടന്ന സ്ഥലമാണ് പെരിനാട്. പെരിനാട്ട് ലഹള എന്നും കല്ലുമാല സമരത്തെ അറിയപ്പെടുന്നു. ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളി. അയ്യങ്കാളി മരണമടഞ്ഞ വർഷം 1941 ജൂൺ 18. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂരിലുള്ള ചിത്രകൂടത്താണ്.